മൗനസഞ്ചാരിയിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയാതെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങളോട് അസൂയ ഉള്ളവർ നിങ്ങളുടെ ചുറ്റിലും കാണും. അത്തരത്തിലുള്ള അസൂയക്കാരെ മനസ്സിലാക്കാനുള്ള 3 രീതികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള ഇവരുടെ ഈ 3 രീതികൾ അഥവാ നിങ്ങളോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഇതാണ്. 1. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവർക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അസൂയ നിങ്ങളോട് ഉള്ളതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എന്താണ് തുടർന്ന് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അവരുടെ ചോദ്യത്തിൽ നമ്മൾക്ക് ഒരു സംശയവും തോന്നില്ല താനും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ചും പരിശ്രമങ്ങളെക്കുറിച്ചും രഹസ്യമായി അറിയാൻ ഇക്കൂട്ടർ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളോട് സൗഹൃദ സംഭാഷണം പോലെ തന്നെ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു നിങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ച്. കാരണം മനസ്സിൽ നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ ഉയരാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയാണ് അവർ നിങ്ങളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വയ്ക്കുന്നതും. അതുകൊണ്ട് എത്ര അടുപ്പമുള്ളവരായാലും ശരി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ ഇതെല്ലാം തന്നെ ഒരു പരിധിക്കപ്പുറം ആരോടും ഷെയർ ചെയ്യരുത്. 2. നിങ്ങൾ ഒരു പ്രതിസന്ധിയിൽ ആകുമ്പോഴുള്ള അസൂയക്കാരുടെ നല്ല ഉപദേശവും അവരുടെ ഭാഗത്ത് നിന്നുള്ള നല്ല രീതിയിലെ അഭിപ്രായവും. ഇത്തരത്തിൽ നിങ്ങളോട് പെരുമാറുന്നവർ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കരുത്. കാരണം അവർ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും മുൻപിൽ പെർഫെക്റ്റ് ആണ് എന്ന് കാണിക്കാനാണ് ആ ഒരു സംസാരം. സത്യത്തിൽ അവരുടെ നല്ല രീതിയിലുള്ള അഭിപ്രായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും സ്വന്തം യുക്തിയിലൂടെ മാത്രം ഒരു തീരുമാനമെടുക്കുക. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ എപ്പോഴും ശരിയാകണമെന്നുമില്ല. ആളുകളുടെ സംസാര രീതികൾ മനസ്സിലാക്കുക. അസൂയക്കാരെ തിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ വഴിയെ മാത്രം സഞ്ചരിക്കുക. 3. നിങ്ങളെക്കാൾ മുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര ബുദ്ധിമുട്ടിൽ ആണെങ്കിലും അസൂയക്കാർ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ താഴില്ല. നിങ്ങൾ നേടിയതിനേക്കാൾ ഒത്തിരി മുന്നിലുള്ള കാര്യം അവർ നേടാൻ ശ്രമിക്കും. കാരണം മറ്റുള്ളവർ എപ്പോഴും തങ്ങളെ അംഗീകരിക്കണം എന്ന് അസൂയക്കാർ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഇനിയും ഇത്തരക്കാരുടെ മുന്നിൽ വിജയിക്കണം എങ്കിൽ ഇവർ പറയുന്ന വാക്കുകളെ നിങ്ങളുടെ മനസ്സിൽ കയറ്റരുത്. നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ഭാഗവുമല്ല നിങ്ങളോട് അസൂയ ഉള്ളവർ എന്ന് മനസ്സിലാക്കുക. അവർ നിങ്ങളെ എത്ര പുച്ഛിച്ചാലും അവർ ചിന്തിക്കുന്ന ജീവിതമല്ല നിങ്ങളുടേത് എന്ന് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അസൂയക്കാരുടെ മുന്നിൽ പ്രതിസന്ധികളിലും ചിരിച്ചുകൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുക. അതാണ് അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതികാരം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.